രായൻ, ധനുഷിൻ്റെ രായൻ. ധനുഷിൻ്റെ 50ാമത്തെ സിനിമയാണ്. എ സർട്ടിഫിക്കറ്റ് പടമാണ്. നല്ല ബ്ലഡ് ഷെഡ് ഉണ്ട്. അതുപോലെ തന്നെ തെറിവിളിയൊക്കെ ആവശ്യം പോലെയുള്ള പടം. സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ പ്രൊഡക്ഷൻസിൽ ധനുഷ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ്. ധനുഷിൻ്റെ പവർ പാണ്ടി ഇതിനു മുമ്പ് ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എൻ AR റഹ്മാൻ മ്യൂസിക്കൽ. സിനിമാറ്റോഗ്രാഫി ഓം പ്രകാശ്, എഡിറ്റർ പ്രസന്ന. 100 കോടിയോളം ബഡ്ജറ്റിൽ ഒരുപാട് സെറ്റൊക്കെ ഇട്ട് ഭയങ്കര ഗംഭീരമായിട്ട് എടുത്തേക്കുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, പൊളിയാണ്, പൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റൈറ്റിങ്ങിൽ പോയി. ഭയങ്കര വലിയ കാസ്റ്റിംഗ് ആണ്. ധനുഷിൻ്റെ അനിയന്മാരായിട്ട് ഇതിനകത്ത് മുത്തു ക്യാരക്ടറിൽ സന്ദീപ് കിഷൻ, മാണിക്യം ക്യാരക്ടറിൽ കാളിദാസ് ജയറാം, അനിയത്തി ദുർഗയായിട്ട് തുഷാര വിജയൻ. മെയിൻ വില്ലൻ ക്യാരക്ടറിൽ വന്നേക്കുന്ന SJ സൂര്യാണ്. പ്രകാശ് രാജ് ആസ് എ പോലീസ് ഓഫീസർ. ദുരൈ എന്നുള്ള ക്യാരക്ടറിൽ നമ്മുടെ ശരവണൻ, അതേപോലെ സെൽവരാഘവൻ ധനുഷിൻ്റെ ചേട്ടനും പടത്തിനകത്തൊരു വലിയ ഗംഭീര റോള് പുള്ളിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആക്ടിംഗ് വൈസ് ഒന്നും പറയാനില്ല, എല്ലാവരും പെർഫോമേഴ്സ് ആണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അതിനനുസരിച്ചുള്ള സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നി ദിവ്യ പിള്ളയുടെ ക്യാരക്ടറും വരലക്ഷ്മിയുടെ ക്യാരക്ടറും. വരലക്ഷ്മിയുടെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അത്രയ്ക്കുള്ള ഒരു സ്ക്രീൻ സ്പേസോ കഥയിലുള്ള മുഖ്യത്വമോ പുള്ളിക്കാരിക്ക് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. ധനുഷ് ഒരിക്കൽ കൂടെ നല്ലൊരു ഡയറക്ടറാണ് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. നല്ല ഗൂസ് ബംസ് കിട്ടുന്ന കുറേ മാസ് സീനുകളുണ്ട്. നല്ല ഫൈറ്റ് കൊറിയോഗ്രാഫി, ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പെർഫെക്ഷനൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ധനുഷ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ബൾക്കിയായി, കാണാൻ നല്ല രസമുണ്ട്. പുള്ളിയുടെ ഫൈറ്റും പണ്ട് പോലെ തന്നെയാണ്, നല്ല രസമുള്ള ഫൈറ്റാണ്. ധനുഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ദീപിൻ്റെ ക്യാരക്ടറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മോർ ദാൻ SJ സൂര്യ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളി സ്റ്റാൻഡ് അലോൺ മൂവീസ് ഹീറോ ആയിട്ട് ചെയ്യുന്ന ആളാണ്. തെലുങ്കിൽ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടറും കൂടെയാണ് സന്ദീപ്. കാസ്റ്റ് പറഞ്ഞപ്പോൾ അപർണ ബാലമുരളിയുടെ പേര്, കാരണം സന്ദീപിൻ്റെ പേരായിട്ട് അപർണ ബാലമുരളിയാണ് അതിനകത്തുള്ളത്. എല്ലാവർക്കും ഇന്ന റോളുകൾ, ഇന്ന സീനുകൾ, ഇന്ന സ്പേസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഡും എന്ന് പറഞ്ഞ് കാണാതെ പോകും. കുറച്ച് നേരം എല്ലാവരെ കാണത്തില്ല, അപർണയെ കാണത്തില്ല, കുറച്ച് നേരം പ്രകാശ് രാജയെ കാണത്തില്ല, കുറച്ച് നേരം SJ സൂര്യയെ കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഗൂസ് ബംസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഡയലോഗൊക്കെ ഉള്ള നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് പടത്തിൻ്റെ. നല്ല സെറ്റപ്പ്. നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ ഇരിക്കടാ സെക്കൻഡ് ഹാഫിൽ നിറയെ ഇருக்கு എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ സപ്പയാ മുടിഞ്ഞിടിച്ച് എന്നുള്ള അവസ്ഥയാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഈ ബിൽഡപ്പ് വന്നിട്ട് ഇതിന് മേളിലൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥ. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് സ്ക്രീൻ പ്ലേയിൽ വലിയൊരു പഞ്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ബിൽഡപ്പ് മാത്രം വെച്ചുകൊണ്ടുള്ള പരിപാടിയും അവസാനം ഓടിച്ചിട്ടുള്ളൊരു ക്ലൈമാക്സ് പരിപാടിയും, നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച ക്യാരക്ടേഴ്സൊന്നും, പ്രതീക്ഷിച്ച ക്യാരക്ടേഴ്സൊന്നും അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കടന്നുപോയി. ധനുഷിൻ്റെ പെർഫോമൻസും മറ്റുള്ള ആളുകളുടെ, ഇപ്പോൾ സൂര്യയുടെ ആയാലും മറ്റുള്ള ആൾക്കാരുടെ പെർഫോമൻസ് വൈസാണ് കുറേ കൂടെ മുൻപിട്ട് നിൽക്കുന്നത് തിരക്കഥയേക്കാൾ. അപ്പോൾ നമുക്ക് പെർഫോമൻസസ്, അത് കഴിഞ്ഞ് ഡയറക്ഷൻ, അത് കഴിഞ്ഞ് തിരക്കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിനിടയിൽ ടെക്നിക്കൽ സൈഡെല്ലാം ബ്രില്യൻ്റ് ആണ്. AR റഹ്മാൻ്റെ സ്കോറ് എല്ലാം എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ AR റഹ്മാൻ എന്നുള്ള പേര് ഈ സിനിമയോടൊപ്പം കൂട്ടിവെച്ചത് ഒരു ഭാരമായി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതായത് ഇതിൻ്റെ വിൽപ്പനയുടെ ഭാഗമായിട്ട് AR റഹ്മാൻ എന്നുള്ള ഒരു ജാമ്പവാൻ്റെ പേര് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വേറെ ലെവലിലേക്ക് പോകും. അതൊക്കെയാണ്. 2 സോങ് ഉണ്ട്, പ്രൊമോഷൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് പാട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. 2 പാട്ടും ഈ സിനിമയിലോ ഈ കഥയിലോ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ പ്രൊമോഷൻ്റെ ഭാഗമാണ് പടം. സോങ് ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കുറേ കൂടെ എളുപ്പമാകും. അടങ്കാതെ അസുരൻ എന്നുള്ള പാട്ട് പടത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് വലിയ പ്ലസ് ആയിരുന്നുണ്ടെങ്കിൽ പോലും ആ പാട്ട് സിനിമയിൽ കാണിക്കാൻ വേണ്ടി ഈ കഥ ഇങ്ങനെ ആക്കിയതുപോലൊരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ക്യാരക്ടേഴ്സ്, നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഒരു പെക്യുലാരിറ്റി ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ പാട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റി ചെയ്ത പോലെ ഒരു ഫീല് വന്നു. റൈറ്റിംഗ് മോശം വന്നുപോയ ഒരു സെക്കൻഡ് ഹാഫാണ് പടത്തിൻ്റെ ഒരു പോരായ്മ. ബാക്കി എല്ലാ സംഗതികളും ഓക്കെയാണ്. AR റഹ്മാൻ എന്നുള്ള പേര് ഇച്ചിരി ഭാരമുള്ള പേരാണ്. അത്രയും വലിയൊരു മ്യൂസീഷ്യൻ ഈ പടത്തിന് ആവശ്യമില്ലായിരുന്നു. GV പ്രകാശോ അത് അല്ലെങ്കിൽ വേറെ ആര് ചെയ്താലും ഒരു നല്ലൊരു ത്രില്ലറിൽ മ്യൂസിക് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും മ്യൂസിക് ചെയ്താൽ മതി. ഈവൻ സാം CS ആയാൽ പോലും ഇത് കുറേ കൂടെ എലവേഷൻ BGMൽ മാത്രം വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ മ്യൂസിക് വെച്ച് എലവേറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. മോശം AR റഹ്മാൻ ചെയ്ത് മോശമാക്കി എന്നല്ല, പക്ഷേ AR റഹ്മാൻ എന്നുള്ള പേരിൻ്റെ ഭാരം ഈ സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്. മൊത്തത്തിൽ നല്ല പഞ്ചുള്ള, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, അത്യാവശ്യം നല്ല മാസൊക്കെ ഉള്ള. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഒരു ഇതിനനുസരിച്ച് ഉയർന്നില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ മേളിൽ സെക്കൻഡ് ഹാഫ് പോയെങ്കിൽ മാത്രമേ നമുക്ക് പടം വർക്കൗട്ട് ആവൂ. അപ്പം അതിനേക്കാൾ കുറച്ച് ഗ്രാഫ് താന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ്. വാച്ചബിൾ മൂവിയാണ്, ഒരു നല്ല എൻ്റർടൈനറാണ്. ധനുഷിൻ്റെ ഒരു മാസ് ആക്ഷൻ മൂവി കാണാം. ഒരുപാട് ബ്ലഡ് ഷെഡ് ഉള്ള പടമാണ്. ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സെറ്റ് പീസസുകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി കൂടെയാണ്. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ബൈ.